ഇന്ത്യൻ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവും പാകിസ്ഥാൻ്റെ തത്വചിന്തകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇന്ത്യയിൽ മുസ്ലിം മതവിഭാഗത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇദ്ദേഹത്തെ ഇന്ത്യൻ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത്. പാകിസ്ഥാൻ്റെ രൂപീകരണത്തിന് ശേഷം പാകിസ്ഥാൻ അവരുടെ തത്വചിന്തകനായി തിരഞ്ഞെടുത്തതും സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഇദ്ദേഹം ജനിക്കുന്നത് 1817 ഡൽഹിയിലാണ്. മുസ്ലിം സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ചു. പ്രധാന പ്രവർത്തന മേഖല മുസ്ലിം മത വിഭാഗത്തിൻ്റെ ഉന്നമനം, അതോടൊപ്പം മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇദ്ദേഹത്തിൻ്റെ പത്രമാണ് തഹസീബ് ഉൾ അഖ്ലാഖ്. ഇപ്പോഴും ഈ പത്രം പ്രസിദ്ധീകരണം തുടരുന്നു എന്നുള്ളതാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ പത്രമാണ് തഹസീബ് ഉൾ അഖ്ലാഖ്. ഈ പത്രം നിലവിലും പ്രസിദ്ധീകരണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെയാണല്ലോ. ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ധരണിയാണ്: ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്ത് ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് സർ സയ്യിദ് അഹമ്മദ് ഖാൻ പറഞ്ഞ വരികളാണിവ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നാണ്. ഇന്ത്യയാകുന്ന വധുവിൻ്റെ ഒരു കണ്ണ് ഹിന്ദുവും മറ്റേത് മുസ്ലിമുമാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു ഉദ്ധരണിയാണ് ഇന്ത്യയാകുന്ന വധുവിൻ്റെ ഒരു കണ്ണ് മുസ്ലിമും ഒരു കണ്ണ് ഹിന്ദു എന്നുള്ളത്. ഇദ്ദേഹം 1864 അലിഗഡിൽ സയന്റിഫിക് സൊസൈറ്റി രൂപീകരിച്ചു. 1864 ഉത്തർപ്രദേശിലെ അലിഗഡിൽ ഇദ്ദേഹം രൂപീകരിച്ച സയന്റിഫിക് സൊസൈറ്റിയുടെ ലക്ഷ്യം പാശ്ചാത്യ കൃതികളെ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുക, അതുവഴി ഇന്ത്യയുടെ വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കുക, പാശ്ചാത്യ കൃതികൾ ഇന്ത്യയിലെ സാധാരണക്കാർക്കും മനസ്സിലാക്കി കൊടുക്കുക, അതിലൂടെ ശാസ്ത്ര പുരോഗതി കൈവരിക്കുക എന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ ഉത്തർപ്രദേശിൽ രൂപീകരിക്കപ്പെട്ട അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു. ഓക്കെയാണല്ലോ. 1875 ഇദ്ദേഹം നവോത്ഥാന പ്രസ്ഥാനമായ അലിഗഡ് പ്രസ്ഥാനം രൂപീകരിച്ചത്. എന്തായിരുന്നു അലിഗഡ് പ്രസ്ഥാനം? ഇദ്ദേഹം ഉത്തർപ്രദേശിലെ അലിഗഡിൽ രൂപീകരിച്ചതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം: 1. മുസ്ലിം മതവിഭാഗത്തിന് ആധുനിക വിദ്യാഭ്യാസം കൊടുക്കുക. 2. ബഹുഭാര്യത്വം അവസാനിപ്പിക്കുക. 3. പർദാ സമ്പ്രദായം നിർത്തലാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പർദാ സമ്പ്രദായം നിർത്തലാക്കുന്നതിലേക്ക് വേണ്ടി ശ്രമിച്ച ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അതിനുവേണ്ടി അദ്ദേഹം രൂപീകരിച്ച ഒരു നവോത്ഥാന പ്രസ്ഥാനമായിരുന്നു 1875 ഉത്തർപ്രദേശിലെ അലിഗഡിൽ രൂപീകരിച്ച അലിഗഡ് പ്രസ്ഥാനം. ഓക്കെയാണല്ലോ. അലിഗഡ് പ്രസ്ഥാനം രൂപീകരിക്കുന്നതിൽ ഇദ്ദേഹത്തെ സഹായിച്ച പ്രധാന നേതാക്കൾ കൂടിയാണ് ചിരാഗ് അലിയും നാസിർ അലിയും. അപ്പോൾ അലിഗഡ് പ്രസ്ഥാനത്തിലെ പ്രധാന നേതാക്കളെന്നോ അലിഗഡ് പ്രസ്ഥാനം രൂപീകരിക്കുന്നതിൽ ഇദ്ദേഹത്തെ സഹായിച്ച പ്രധാനപ്പെട്ട നേതാക്കളെന്നോ ചോദിച്ചാൽ ചിരാഗ് അലിയും നാസിർ അലിയുമാണ്. അപ്പോൾ 1875 ഇദ്ദേഹം അലിഗഡ് പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. മുസ്ലിം മതവിഭാഗത്തിൻ്റെ ഉന്നമനം, മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസം, പർദ എന്ന വേഷവിധാനം അവസാനിപ്പിക്കുക എന്നൊക്കെയായിരുന്നു അലിഗഡ് പ്രസ്ഥാനം എന്ന് പറയുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. ഓക്കെയാണല്ലോ. മുസ്ലിം മതവിഭാഗത്തിന് വേണ്ടി ആദ്യമായി വിദ്യാഭ്യാസ സ്ഥാപനം രൂപീകരിച്ച കാര്യം ഉറപ്പായും നമ്മളുടെ ചിന്ത അല്ലെങ്കിൽ ഉത്തരം സർ സയ്യിദ് അഹമ്മദ് ഖാനിലോട്ട് പോകരുത്. ഇദ്ദേഹത്തിന് മുൻപേ നമ്മൾ പറഞ്ഞു ഇദ്ദേഹം അലിഗഡിൽ സയന്റിഫിക് സൊസൈറ്റിയൊക്കെ രൂപീകരിക്കുന്നത് 1864. ഇദ്ദേഹത്തിന് മുൻപ് തന്നെ ഇന്ത്യയിൽ മുസ്ലിം മതവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നുണ്ട്. അത് 1863. ആ സംഘടനയുടെ പേരാണ് മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി. ഇത് കൊൽക്കത്തയിലാണ് രൂപീകരിച്ചത്. കൊൽക്കത്തയിലെ പ്രാദേശിക ഏരിയയിലെ നവാബായിരുന്ന നവാബ് അബ്ദുൾ ലത്തീഫാണ് ഈ സംഘടന രൂപീകരിച്ചത്. ഇദ്ദേഹം കൊൽക്കത്തയിൽ നിരവധി സ്കൂളുകൾ മുസ്ലിം മതവിഭാഗത്തിന് വേണ്ടി മാത്രം രൂപീകരിച്ചു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഇന്ത്യയിൽ മുസ്ലിം മതവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, മുസ്ലിം മതവിഭാഗത്തിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആദ്യമായി എന്നുള്ള വാക്ക് ആദ്യമായി വിദ്യാഭ്യാസ സ്ഥാപനം രൂപീകരിച്ചത് നവാബ് അബ്ദുൾ ലത്തീഫാണ്. അദ്ദേഹത്തിൻ്റെ മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റിയാണ് ഇന്ത്യയിൽ മുസ്ലിം മതവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസത്തിനായി രൂപീകരിച്ച ആദ്യ വിദ്യാഭ്യാസ സംഘടന. 1882 റിപ്പൺ വൈസ്രോയി എന്ന കാലഘട്ടത്തിൽ
ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷനായിരുന്നു ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ. ഈ കമ്മീഷന് മുമ്പാകെ മുസ്ലിം മതവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. അപ്പോൾ ഈ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനിൽ ഇദ്ദേഹം അംഗമല്ല. പക്ഷേ ഇദ്ദേഹം ഈ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷന് മുമ്പാകെ മുസ്ലിം മതവിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എന്ത് ചെയ്തു? അപേക്ഷ സമർപ്പിച്ചു. നമുക്ക് എന്തായാലും ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്തതിൻ്റെ അവസാനം ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷന് മുമ്പാകെ മുസ്ലിം മതവിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഇദ്ദേഹം കോൺഗ്രസിൻ്റെ രൂപീകരണ വേളയിൽ കോൺഗ്രസിനോട് ചേർന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ്. പക്ഷേ ഇദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പിന്നീട് എന്ത് ചെയ്യുന്നു? രാജിവെച്ച് പിന്മാറുകയാണ് ഉണ്ടായത്. എന്താണ് സാഹചര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് ഇദ്ദേഹത്തിന് വേണ്ട പരിഗണന കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, കോൺഗ്രസുമായി വളരെയധികം ആത്മബന്ധം ഉണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹം കോൺഗ്രസിനെ സഹായിക്കാൻ രൂപീകരിച്ച സംഘടനയാണ് ഓൾ ഇന്ത്യൻ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഗ്രസ്. വിദ്യാഭ്യാസ പുരോഗതി തന്നെയാണ് അവിടെ ലക്ഷ്യമെങ്കിലും കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ ഇദ്ദേഹം രൂപീകരിച്ച ഒരു സംഘടനയായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞു, ഇദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പരിഗണന ലഭിക്കാത്തത് കൊണ്ട് ഇദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം ഈ സംഘടനയുടെ കോൺഗ്രസ് എന്നുള്ള പേര് മാറ്റി 1890 ഓൾ ഇന്ത്യൻ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് എന്നാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഓൾ ഇന്ത്യൻ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഗ്രസ് എന്ന് ചോദിച്ചാലും ഓൾ ഇന്ത്യൻ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് എന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ തന്നെയാണ്. ഓക്കെ ആണല്ലോ. പിന്നീട് മുസ്ലിം ലീഗിൻ്റെ പിറവിക്ക് വഴിതെളിക്കുന്നതും ഈ പറയുന്ന ഓൾ ഇന്ത്യൻ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യൻ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഗ്രസ് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് മുസ്ലിം ലീഗ് ഉണ്ടാകുന്നു എങ്കിലും മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിലേക്ക് ഇത് വഴിതെളിക്കുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. 1887 ഡഫറിൻ പ്രഭു ഇദ്ദേഹത്തെ സിവിൽ സർവീസ് കമ്മീഷനിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. 1887 ഡഫറിൻ പ്രഭു ഇദ്ദേഹത്തെ സിവിൽ സർവീസ് കമ്മീഷനിലേക്ക് സർ സെയ്ദ് അഹമ്മദ് ഖാനെ നാമനിർദ്ദേശം ചെയ്തു. 1888 INC എതിർത്തുകൊണ്ട് INC നിന്ന് അദ്ദേഹം പിന്മാറുന്ന 1888 കോൺഗ്രസിൽ നിന്ന് പിന്മാറുന്നത്. 1888 കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചതും സർ സെയ്ദ് അഹമ്മദ് ഖാൻ. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന സംഘടന അദ്ദേഹം രൂപീകരിച്ചു. ഇദ്ദേഹത്തിനെ ഈ സംഘടന രൂപീകരിക്കുന്നതിൽ സഹായിച്ചെന്ന് രാജാ ശിവപ്രസാദ് സിംഗ് ആണ്. രാജാവ് ശിവപ്രസാദ് സിംഗ് ആണ് ഇദ്ദേഹത്തെ യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ രൂപീകരിക്കുന്നതിൽ സഹായിച്ചത്. കോൺഗ്രസിൽ നിന്ന് വിട്ടുമാറി എന്ന ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പിണങ്ങി മാറി എന്ന സമയത്ത് അദ്ദേഹം കോൺഗ്രസിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: കോൺഗ്രസ് ആയുധമെടുക്കാതെ ഇന്ത്യയിൽ ആഭ്യന്തര കലാപം നടത്തുന്നു. കോൺഗ്രസ് ആയുധമെടുക്കാതെ ഇന്ത്യയിൽ ആഭ്യന്തര കലാപം നടത്തുന്നു എന്ന് അഭിപ്രായപ്പെട്ടതും സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. ഓക്കെയാണല്ലോ. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യ പുരസ്കാരം ലഭിച്ചതും ഇദ്ദേഹത്തിനാണ്. ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് വിക്ടോറിയ രാജ്ഞിയുടെ കയ്യിൽ നിന്നാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ നവോത്ഥാന നായകൻ കൂടിയാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിക്കുന്നത് വിക്ടോറിയ രാജ്ഞിയുടെ കൈവശം നിന്നുമാണ്. ഇദ്ദേഹം 1898 മരണപ്പെടുന്നു. സർ സെയ്ദ് അഹമ്മദ് ഖാൻ മുസ്ലിം മത വിഭാഗത്തിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയായിരുന്നു മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. ഈ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് പ്രസ്ഥാനത്തിന്റെ അതേ വർഷം തന്നെയാണ് ഇദ്ദേഹം രൂപീകരിക്കുന്നത്. 1875 തന്നെയാണ് ഇദ്ദേഹം രൂപീകരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 1875 രൂപീകരിച്ച മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് 1920 പേര് മാറ്റുകയാണ് ഉണ്ടായത്. 1920 നിസ്സഹകരണ സമര കാലഘട്ടത്തിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജിന്റെ പേര് മാറ്റി. നമുക്കറിയാം, നിസ്സഹകരണ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോട് സഹകരിക്കരുത് എന്നാണ് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് ബഹിഷ്കരണവും ക്രിയാത്മക പ്രവർത്തനങ്ങളും ഗാന്ധിജി മുന്നോട്ട് കൊണ്ടുവരുന്നു. ഇതിൽ ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം എന്നൊരാഹ്വാനം ഗാന്ധിജി ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവിടെ മുഹമ്മദൻ ആംഗ്ലോ എന്ന് പറയുമ്പം ബ്രിട്ടീഷ് സഹായത്തോട് കൂടിയാണ് ആ സംഘടന രൂപീകരിച്ച് ആ കോളേജ് രൂപീകരിച്ച് എന്ന ആ പേര് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ ആ കാലഘട്ടത്തിൽ നിസ്സഹകരണം ആരംഭിച്ചത് കൊണ്ട്
ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആ സമയത്ത് അലി സഹോദരന്മാർ പോലെയുള്ള മുസ്ലിം മതവിഭാഗത്തിലെ നേതാക്കൾ ഈ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജിന്റെ പേര് മാറ്റി അലിഗഡ് മുസ്ലിം സർവകലാശാല എന്നാക്കി. ഏത് വർഷം? 1920. നിലവിൽ ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ അലിഗഡ് മുസ്ലിം സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ഉത്തർപ്രദേശിലാണ്. കേരളത്തിൽ അലിഗഡ് മുസ്ലിം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. ഓക്കെ ആണല്ലോ. നമ്മൾ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നൊരു വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ച് നേരത്തെ പ്രതിപാദിച്ചു. അപ്പം എന്താണ് ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് കൂടെ മനസ്സിലാക്കാം. 1882 ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷന് മുമ്പാകെ മുസ്ലിം മതവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിവേദനം സമർപ്പിച്ച വ്യക്തിയാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഇദ്ദേഹം ഈ കമ്മീഷനിൽ അംഗമല്ല എന്നുള്ള കാര്യം. ഈ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷൻ്റെ മറ്റൊരു പേരാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ആ സമയത്തെ വൈസ്രോയി ആയിരുന്നു റിപ്പൺ. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു വില്യം വിൽസൺ ഹണ്ടർ. ഈ വില്യം വിൽസൺ ഹണ്ടർ ഉൾപ്പെടെ 20 അംഗങ്ങളാണ് ഈ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. 20-ൽ 4 പേര് ഇന്ത്യക്കാരായിരുന്നു. ഓക്കെ ആണല്ലോ. ആ 4-ൽ ആരില്ല? നമ്മുടെ സർ സെയ്ദ് അഹമ്മദ് ഖാൻ ഇല്ല. ഇദ്ദേഹം ഈ കമ്മീഷന് മുമ്പാകെ ഒരു നിവേദനം മുസ്ലിം മതവിഭാഗത്തിന് സമർപ്പിച്ചു എന്നുള്ളത്. എന്തൊക്കെയാണ് ഈ കമ്മീഷന്റെ ശുപാർശകൾ എന്ന് നോക്കാം. നിർദ്ദേശങ്ങൾ: പ്രൈമറി വിദ്യാഭ്യാസം തദ്ദേശീയ സമിതിക്ക് കൈമാറുക. പ്രൈമറി വിദ്യാഭ്യാസം എന്ത് ചെയ്യുക? തദ്ദേശീയ സമിതികൾക്ക് കൈമാറുക. നമുക്കറിയാം ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പിതാവാണ് റിപ്പൺ. ഇനി അടുത്ത് പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകർക്ക് പരിശീലനത്തിന് ട്രെയിനിങ് സ്കൂളുകൾ എന്ത് ചെയ്യണം? തുടങ്ങണം. പ്രൈമറി സ്കൂളിലെ അധ്യാപകർക്ക് അവരുടെ പരിശീലനത്തിന് വേണ്ടി എന്ത് ആരംഭിക്കണം? ട്രെയിനിങ് സ്കൂളുകൾ സ്ഥാപിക്കണം. ഇത് ഹണ്ടർ കമ്മീഷന്റെ ശുപാർശയായിരുന്നു. അടുത്ത് സെക്കൻഡറി തലത്തിൽ അധ്യയന മാധ്യമം ഇംഗ്ലീഷ് ആക്കണം. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറണം. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസം എന്ത് ചെയ്യണം? സ്വകാര്യ മേഖലയ്ക്ക്. സെക്കൻഡറി തല വിദ്യാഭ്യാസം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറണം. പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് പ്രൈമറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും സെക്കൻഡറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യമായി നിബന്ധനകൾ കൊണ്ടുവന്ന കമ്മീഷനാണ് ഏത്? ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഓക്കെയാണല്ലോ. ഇനി അടുത്ത നിർദ്ദേശത്തിനോട് പോവാം. കോളേജ് അധ്യാപകനാകണമെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പൂർത്തിയാക്കണം. സ്വകാര്യ സ്കൂളുകളിൽ മതപഠനമാകാം. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് ഹണ്ടർ കമ്മീഷൻ മുന്നോട്ട് വെച്ച്. ഈ കമ്മീഷനിൽ നമ്മൾ പറഞ്ഞു 20 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 4 പേരാണ് ഇന്ത്യക്കാർ. അതിൽ ആരംഗമല്ല എന്നുള്ള കാര്യം പ്രത്യേകം ആലോചിക്കണം സർ സെയ്ദ് അഹമ്മദ് ഖാൻ. കാരണം അദ്ദേഹം എടുത്തു പറയാൻ കാരണം അത് പല ബുക്കുകൾ അങ്ങനെ തെറ്റായി കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ്. ഈ കമ്മീഷന് മുമ്പാകെ മുസ്ലിം മതവിഭാഗത്തിനൊരു നിവേദനം സമർപ്പിച്ചത് മാത്രമാണ് ആര്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഈ കമ്മീഷനിലെ ഇന്ത്യൻ അംഗങ്ങളാണ് സെയ്ദ് മഹമ്മൂദ്, ആനന്ദമോഹൻ ബോസ്, ബുധേവ് മുഖർജി, KT തല എന്നിവരാണ് ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനിലെ 4 ഇന്ത്യൻ സാന്നിധ്യങ്ങൾ. വീരേശലിംഗം പന്തിലും ദക്ഷിണേന്ത്യയുടെ നവോത്ഥാന നായകനെന്നും തെലുങ്ക് നവോത്ഥാനത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്ന ഇന്ത്യൻ നവോത്ഥാന നായകനാണ് വീരേശലിംഗം പന്തിലും. ഇദ്ദേഹം ജനിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ രാജമുന്ദ്രി എന്ന സ്ഥലത്താണ്. കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആസ്ഥാനമാണ് രാജമുന്ദ്രി. ഇദ്ദേഹം തെലുങ്ക് നവോത്ഥാനത്തിന്റെ പിതാവെന്നും ദക്ഷിണ ഭാരതത്തിലെ വിദ്യാസാഗർ എന്നും അറിയപ്പെടും. ദക്ഷിണേന്ത്യയിൽ, അതായത് എങ്ങനെയാണോ രാജാറാം മോഹൻ റോയ് ബംഗാളിൽ പ്രവർത്തിച്ചത് അതുപോലെ ദക്ഷിണേന്ത്യയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് വീരേശലിംഗം പന്തിലും. ഇദ്ദേഹത്തിന് വളരെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട്: വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കൾ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് വീരേശലിംഗം പന്തിലു. പ്രത്യേകം ശ്രദ്ധിക്കണം, വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കൾ എന്ന് അഭിപ്രായപ്പെട്ട ഇന്ത്യൻ നവോത്ഥാന നായകനാണ് വീരേശലിംഗം പന്തിലു. ഇദ്ദേഹം ജനിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ രാജമുന്ദ്രിയിലാണ്. ആന്ധ്രയിലെ രാജാറാം മോഹൻ റോയ് എന്നും ആധുനിക ആന്ധ്രയുടെ പ്രവാചകനെന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ രാജാറാം മോഹൻ റോയ് എങ്ങനെയാണോ ബംഗാളി നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ ബംഗാളി നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച, അതുപോലെ ദക്ഷിണേന്ത്യയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് വീരേശലിംഗം പന്തിലു. അതുകൊണ്ട് അദ്ദേഹത്തെ ആധുനിക ആന്ധ്രയുടെ പ്രവാചകനെന്നും അറിയപ്പെടുന്നു. ആന്ധ്രയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി. സ്ത്രീ വിദ്യാഭ്യാസം ദക്ഷിണേന്ത്യയിൽ സ്ത്രീകൾക്ക് വേണ്ടി ആദ്യമായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. ഇങ്ങനെ അനവധി പ്രത്യേകതകളാണ് ഇദ്ദേഹത്തിനുള്ളത്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കൾ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി കൂടിയാണ് വീരേശലിംഗം പന്തിലു. ഇവിടെ പറഞ്ഞിട്ടുണ്ട് വിദ്യാസമ്പന്ന മാറ്റത്തിന്റെ വക്താക്കൾ. ഇതിനാണ് PSC ഇദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. 1874
ചെന്നൈയിൽ സ്ത്രീകൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചു. അതായത് ദക്ഷിണേന്ത്യയിൽ സ്ത്രീകൾക്ക് വേണ്ടി ആദ്യമായി ഒരു സ്കൂൾ ആരംഭിച്ചു. ദക്ഷിണേന്ത്യയിൽ എന്നാണ്, ഇന്ത്യയിൽ എന്നല്ല, ദക്ഷിണേന്ത്യയിൽ സ്ത്രീകൾക്കായി ആദ്യമായി സ്കൂൾ ആരംഭിച്ചു. 1876 വിവേകവർദ്ധിനി എന്ന മാസിക ഇതും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് വിവേകവർദ്ധിനി എന്ന മാസിക ഇദ്ദേഹം പുറത്തിറക്കിയത്. 1878 രാജമുന്ദ്രി സാമൂഹിക പരിഷ്കരണ സംഘം, അതായത് ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് രാജമുന്ദ്രി സാമൂഹിക പരിഷ്കരണ സംഘം. പ്രധാനമായും വിധവ പുനർവിവാഹമാണ് അദ്ദേഹം ഈ ഒരു രാജമുന്ദ്രി സാമൂഹിക പരിഷ്കരണ സംഘം എന്ന സംഘടനയിലൂടെ മുന്നോട്ട് വെച്ച്. 1892 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 1892 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ എന്ന് ചോദിച്ചാൽ വീരേശലിംഗം പന്തിലു. 1892 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ എന്ന് ചോദിച്ചാൽ വീരേശലിംഗം പന്തിലു. പരീക്ഷയ്ക്ക് 1904 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ എന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. തിരിഞ്ഞു പോകരുത്. മദ്രാസ് ഹിന്ദു അസോസിയേഷൻ എന്ന പേരിൽ 2 പേർ സംഘടന ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന് വീരേശലിംഗം പന്തിലു 1892, 1904 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ എന്ന് ചോദിച്ചാൽ ആനി ബസന്റ്. അപ്പോൾ 2 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ എന്ന് ഉണ്ട് എന്ന് ആലോചിക്കുക. വർഷം അടിസ്ഥാനപ്പെടുത്തി മനസ്സിലാക്കുക. 92 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ ആണെങ്കിൽ വീരേശലിംഗം പന്തിലു, 1904 ആനി ബസന്റുമാണ്. മദ്രാസ് മഹാജനസഭ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ഇത് 1884 രൂപീകരിക്കപ്പെട്ടത്. ദക്ഷിണേന്ത്യയിൽ ദേശീയത ശക്തിപ്പെടുത്താൻ മദ്രാസ് മഹാജനസഭ രൂപീകരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ജി സുബ്രഹ്മണ്യ അയ്യരും എം വീരരാഘവ ആചാര്യരുമാണ്. ഓക്കെ ആണല്ലോ. ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് 1906 ഹിതകാരിണി സമാജം. 1904 ഹിതകാരിണി സമാജം രൂപീകരിച്ചത് ഇദ്ദേഹമാണ്. തെലുങ്ക് സാഹിത്യത്തിൽ അല്ലെങ്കിൽ തെലുങ്കിലെ ആദ്യ നോവലായ രാജശേഖര ചരിത്രം രചിച്ചതും വീരേശലിംഗം പന്തിലുമാണ്. അപ്പോൾ 1906 ഇദ്ദേഹം ഹിതകാരിണി സമാജം രൂപീകരിച്ചത്. സ്ത്രീകളുടെ ഉന്നമനം തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. തെലുങ്ക് സാഹിത്യത്തിലെ ആദ്യ നോവലായ രാജശേഖര ചരിത്രം രചിച്ചതും വീരേശലിംഗം പന്തിലുമാണ്. സ്ത്രീകൾക്ക് വേണ്ടി ഇദ്ദേഹം പുറത്തിറക്കിയ 2 വളരെ പ്രധാനപ്പെട്ട മാസികകളാണ് സതിഹിത ബോധിനിയും ഹാസ്യവർദ്ധിനിയും. സതിഹിത ബോധിനി അല്ലെങ്കിൽ ചിലയിടത്ത് ഇങ്ങനെ സത്യഹിത ബോധിനി എന്ന് പ്രൊണൗൺസിയേഷൻ ചില ബുക്കുകൾ കണ്ടിട്ടുണ്ട്. എന്തായാലും മനസ്സിലാക്കുക, സതിഹിത ബോധിനി അല്ലെങ്കിൽ സത്യഹിത ബോധിനി, ഹാസ്യവർദ്ധിനി എന്നീ മാസികകൾ പുറത്തിറക്കിയത് ദക്ഷിണേന്ത്യയുടെ നവോത്ഥാന നായകൻ, തെലുങ്ക് നവോത്ഥാനത്തിന്റെ പിതാവ്, ദക്ഷിണേന്ത്യയുടെ രാജാറാം മോഹൻ റോയ്, വിദ്യാസമ്പന്നർ, മാറ്റത്തിന്റെ വക്താക്കൾ എന്ന് അഭിപ്രായപ്പെട്ട വീരേശലിംഗം പന്തിലുമാണ്. ദയാനന്ദ സരസ്വതി ഇന്ത്യയിൽ ഹിന്ദു മതത്തെ നവീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ മതത്തെ നവീകരിച്ച മാർട്ടിൻ ലൂതറെ പോലെയും കാൽവിൻ എന്ന പുരോഹിതനെ പോലെയും ഇന്ത്യയിൽ ഹിന്ദു മതത്തെ നവീകരിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ദയാനന്ദ സരസ്വതി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഹിന്ദു മതത്തിന്റെ കാൽവിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പിതാമഹനെന്നും ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ എന്നും. ബൈബിളിലേക്ക് മടങ്ങാം എന്ന് ആഹ്വാനം ചെയ്ത പുരോഹിതനാണ് മാർട്ടിൻ ലൂതർ. ഐ ഹാവ് എ ഡ്രീം എന്ന പ്രസംഗം അവതരിപ്പിച്ച രാഷ്ട്രീയ നേതാവാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതൻ പറഞ്ഞു ബൈബിളിലേക്ക് മടങ്ങാം. അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ മതത്തെ നവീകരിച്ചു. അതുപോലെ ഇന്ത്യയിൽ ഹിന്ദു മതത്തെ നവീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഇദ്ദേഹത്തിന്റെ ജനനം 1824 ഫെബ്രുവരി 12 ഗുജറാത്തിലെ തങ്കാര എന്ന് പറയുന്ന സ്ഥലത്താണ് ദയാനന്ദ സരസ്വതി ജനിക്കുന്നത്. ഗുജറാത്തിലെ തങ്കാര. യഥാർത്ഥ നാമം മൂൽശങ്കർ. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമാണ് മൂൽശങ്കർ. ദയാനന്ദ സരസ്വതി എന്ന് പേര് നൽകിയത് ഇദ്ദേഹത്തിന്റെ ഗുരുവായ വിർജാനന്ദയാണ്. ബാല്യകാലത്തിൽ വെച്ച് തന്നെ നാടുവിടുകയും ഉത്തർപ്രദേശിലെ മധുരയിൽ വെച്ച് അന്ധസന്യാസിയായ മധുരയിലെ അന്ധസന്യാസി എന്നറിയപ്പെടുന്ന വിർജാനന്ദ ദണ്ഡീശയെ കണ്ടുമുട്ടുകയും വിർജാനന്ദയാണ് മൂൽശങ്കർ എന്ന യുവാവിന് ദയാനന്ദ സരസ്വതി എന്ന പേര് നൽകിയത്. ജാതി വ്യവസ്ഥയും വിഗ്രഹാരാധനയും എതിർത്തു. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹിന്ദു മതത്തിലെ അന്ധവിശ്വാസങ്ങളെ എതിർത്തു എന്നുള്ള കാര്യം. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി പറഞ്ഞു. വേദങ്ങളിലേക്ക് മടങ്ങാം എന്ന് പറഞ്ഞു. വേദങ്ങളിലേക്ക് മടങ്ങാം എന്ന് പറഞ്ഞത് ദയാനന്ദ സരസ്വതി. ബൈബിളിലേക്ക് മടങ്ങാം എന്ന് പറഞ്ഞത് മാർട്ടിൻ ലൂതർ. ഗീതയിലേക്ക് മടങ്ങാം എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. പ്രകൃതിയിലേക്ക് മടങ്ങാം എന്ന് പറഞ്ഞത് റൂസോ. അങ്ങനെ വേദങ്ങളിലേക്ക് മടങ്ങാം എന്ന് ആഹ്വാനം ചെയ്ത് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വരാജ്യ, സ്വധർമ്മ, സ്വഭാഷ്യ എന്നീ വാക്കുകൾ
ആദ്യമായി പറഞ്ഞു. സ്വരാജ്യം, സ്വധർമ്മം, സ്വഭാഷ്യം എന്നീ വാക്കുകൾ ആദ്യമായി പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മറാത്ത സാമ്രാജ്യ സ്ഥാപകനായ ശിവജി തനിക്ക് പരമ്പരാഗതമായി കിട്ടിയ ഭൂപ്രദേശങ്ങൾക്ക് കൊടുത്തിരുന്ന പേരും സ്വരാജ്യ എന്നാണ്. സ്വരാജ്യ എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വിദേശ വസ്തുക്കൾ ഉപേക്ഷിച്ചുകൊണ്ട് സ്വദേശി മാർഗം സ്വീകരിക്കാൻ പറഞ്ഞ നവോത്ഥാന നായകൻ. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചുകൊണ്ട് സ്വദേശി മാർഗം. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം 1905 ഓഗസ്റ്റ് 7 കോൺഗ്രസിന്റെ ഇന്ത്യയിലെ ആദ്യ ബഹുജന സമരത്തിന്റെ പേരും എന്ത് തന്നെയായിരുന്നു? സ്വദേശി പ്രസ്ഥാനം എന്ന് തന്നെയായിരുന്നു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ മറ്റൊരു പേരാണ് വന്ദേ മാതരം പ്രസ്ഥാനം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിദേശ വസ്തുക്കൾ ഉപേക്ഷിക്കുക എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി പങ്കുവച്ച് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 1875 ഏപ്രിൽ 10 ബോംബെയിലെ കത്തിയവാർ ആര്യ സമാജം രൂപീകരിച്ചു. ലക്ഷ്യം ഹിന്ദുമത നവീകരണം, ഹിന്ദുമതത്തിന്റെ അന്ധവിശ്വാസങ്ങൾ മാറ്റുക, വിഗ്രഹാരാധനയെ എതിർക്കുക എന്നുള്ളതായിരുന്നു ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജം എന്ന സംഘടനയുടെ ലക്ഷ്യം. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയായിരുന്നു സത്യാർത്ഥ പ്രകാശം. സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന കൃതി അദ്ദേഹം ഹിന്ദി ഭാഷയിലാണ് രചിച്ചത്. ഈ കൃതിയിലൂടെ അദ്ദേഹം ആദ്യമായി അവകാശപ്പെടുകയും ചെയ്തു, ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കണം എന്നാദ്യമായി അവകാശപ്പെട്ടതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അദ്ദേഹത്തിന്റെ സത്യാർത്ഥ പ്രകാശം എന്ന കൃതിയിലൂടെയാണ്. സത്യാർത്ഥ പ്രകാശം അദ്ദേഹം ഹിന്ദി ഭാഷയിലാണ് എഴുതിയത്. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നതും സത്യാർത്ഥ പ്രകാശമാണ്. ഈ കൃതിയിലൂടെ അദ്ദേഹം അഭിപ്രായപ്പെട്ടു, ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്ന് ടിബറ്റിൽ നിന്നാണ് എന്ന് ഈ കൃതിയിലൂടെ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്ന് ടിബറ്റിൽ നിന്നാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ദയാനന്ദ സരസ്വതി. ഇതിനെ എതിർത്തുകൊണ്ട് ബാലഗംഗാധര തിലകൻ പുറത്തിറക്കിയ ഒരു കൃതിയായിരുന്നു ആർട്ടിക് ഹോമിൻ വേദാസ്. ബാലഗംഗാധര തിലകൻ അഭിപ്രായപ്പെട്ട് ആര്യന്മാർ ആർട്ടിക് പ്രദേശത്ത് നിന്നാണ് എന്ന് ബാലഗംഗാധര തിലകൻ അഭിപ്രായപ്പെട്ട കൃതിയായിരുന്നു ആർട്ടിക് ഹോമിൻ വേദാസ്. അപ്പം ആര്യന്മാർ ഇന്ത്യയിലെ നമ്മുടെ പൂർവികന്മാർ, ഇന്ത്യക്കാരുടെ പൂർവികന്മാർ എന്നറിയപ്പെടുന്ന ആര്യന്മാർ യൂറോപ്പിൽ നിന്ന് കന്നുകാലികളെ മേച്ച് ഇന്ത്യയിലെത്തുകയും സപ്തസിന്ധു പ്രദേശത്ത് താമസമാക്കുകയും പിന്നീട് അവിടെ ജനസംഖ്യ കൂടിയപ്പോൾ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഗംഗാ സമതലങ്ങളിലേക്ക് മാറി താമസിക്കുകയും ചെയ്ത വിഭാഗം ജനതയായിരുന്നു ആര്യന്മാർ. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്ന് ടിബറ്റിൽ നിന്നാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ദയാനന്ദ സരസ്വതി. 10 തത്വങ്ങൾ അല്ലെങ്കിൽ 10 കൽപ്പനകൾ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേറെ ഒന്നുമില്ല, ആര്യ സമാജത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ദയാനന്ദ സരസ്വതിയുടെ 10 കൽപ്പനകൾ അല്ലെങ്കിൽ 10 തത്വങ്ങൾ അനുസരിച്ചിരിക്കണം. ഉദാഹരണത്തിന് മാംസാഹാരം കഴിക്കാൻ പാടില്ല, എല്ലാ വിഭാഗത്തിലുള്ളവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കണം. ഇങ്ങനെയുള്ള 10 തത്വങ്ങൾ അനുസരിച്ചാൽ മാത്രമേ ആര്യ സമാജത്തിൽ അദ്ദേഹം അംഗത്വം കൊടുക്കുകയുള്ളൂ. ഓക്കെയാണല്ലോ. ആര്യ സമാജത്തിന്റെ പത്രം എന്നറിയപ്പെടുന്ന ആണ് ആര്യപ്രകാശ്. ആര്യപ്രകാശ് എന്നറിയപ്പെടുന്നത് ആര്യപ്രകാശ് ആര്യ സമാജത്തിന്റെ മുഖപത്രമാണ്. ഓക്കെയാണല്ലോ. ആര്യ സമാജത്തിന്റെ ബൈബിളാണ് സത്യാർത്ഥ പ്രകാശമെങ്കിൽ ആര്യ സമാജത്തിന്റെ പത്രമാണ് ആര്യപ്രകാശ്. ഹിന്ദു മതത്തിൽ നിന്ന് മാറി മറ്റു മതങ്ങളിലേക്ക് പോയവരെ വീണ്ടും ഹിന്ദു മതത്തിലേക്ക് എത്തിക്കുന്നതിലേക്കായി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു ശുദ്ധി പ്രസ്ഥാനം. 1882 ദയാനന്ദ സരസ്വതി ആരംഭിച്ച സംഘടനയാണ് ഗോരക്ഷിണി സഭ. ഗോരക്ഷിണി സഭ ആരംഭിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. ഗോരക്ഷ മണ്ഡൽ ആരംഭിച്ച് മദൻ മോഹൻ മാളവിയും ഗോരക്ഷിണി സഭ ആരംഭിച്ച് ദയാനന്ദ സരസ്വതിയാണ്. 1882 അദ്ദേഹം അജ്മീരിൽ പരോപകാരിണി സഭയും രൂപീകരിക്കുന്നു. 1882 ദയാനന്ദ സരസ്വതി അജ്മീരിൽ രൂപീകരിച്ച സംഘടനയായിരുന്നു പരോപകാരിണി സഭ. ദക്ഷിണേന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാമലിംഗ അടികൾ. ദക്ഷിണേന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് രാമലിംഗ അടികൾ. 1883 ഒക്ടോബർ 30 ദയാനന്ദ സരസ്വതി ജോധ്പൂരിലെ രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് വിഷബാധിതനായി കൊല്ലപ്പെടുന്നു. ജോധ്പൂരിലെ രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് വിഷബാധിതനായി കൊല്ലപ്പെട്ട ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ ദയാനന്ദ സരസ്വതിയാണ്. ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാല ലജ്പത് റായ്. അപ്പം ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാല ലജ്പത് റായ്. പഞ്ചാബ് സിംഹം, പഞ്ചാബ് കേസരി എന്നിങ്ങനെ അറിയപ്പെടുന്ന ലാല ലജ്പത് റായ്. 1886 ലാഹോറിൽ ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ സ്ഥാപിച്ച് ലാല ഹാൻസ്രാജാണ്. ലാല ഹാൻസ്രാജിനെ കുറിച്ച് മറ്റൊരു PSC ചോദ്യമുണ്ട്, ശ്രദ്ധിക്കണം. 1921
മഹാത്മാഗാന്ധിജി ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലെ ഓൾ ഇന്ത്യ കോൺഗ്രസ് സമ്മേളന വേദിയിലെത്തുമ്പോൾ ഈ സമ്മേളന വേദിയിൽ വെച്ച് മഹാത്മാഗാന്ധിജിക്ക് ഇരു നിറങ്ങളുള്ള ഒരു പതാക, ഇന്ത്യൻ പതാകയുടെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശുകാരനായ പിംഗിലി വെങ്കയ്യ സമർപ്പിക്കുന്നു. ഈ പതാകയിൽ പച്ചയും കുങ്കുമ നിറവുമാണ് ഉണ്ടായിരുന്നത്. അന്ന് ഈ പതാകയോടൊപ്പം വെള്ള നിറവും ചർക്കയും കൂട്ടിച്ചേർക്കാൻ ഗാന്ധിജിയോട് ആവശ്യപ്പെട്ട വ്യക്തിയാണ് ലാല ഹാൻസ്രാജ്. അങ്ങനെ ഈ പതാകയോട് വെള്ള നിറവും ചർക്കയും കൂട്ടിച്ചേർത്തപ്പോൾ ഈ പതാക അറിയപ്പെട്ട പേരാണ് 1921 സ്വരാജ് പതാക. അപ്പൊ 1921 സ്വരാജ് പതാകയോടൊപ്പം സ്വരാജ് പതാകയിൽ 1921 സ്വരാജ് പതാകയിൽ ഗാന്ധിജിയോടൊപ്പം ചർക്കയും വെള്ള നിറവും കൂട്ടിച്ചേർക്കാൻ ആവശ്യപ്പെട്ട വ്യക്തിയാണ് ലാല ഹാൻസ്രാജ്. ഓക്കെ ആണല്ലോ. ദയാനന്ദ സരസ്വതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് ഇദ്ദേഹം. 1886 ലാഹോർ ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ സ്ഥാപിച്ചു. 1921 സ്വരാജ് പതാകയോടൊപ്പം ഗാന്ധിജിയോട് വെള്ള നിറവും ചർക്കയും കൂട്ടിച്ചേർക്കാൻ ആവശ്യപ്പെട്ട വ്യക്തിയും ഈ പറയുന്ന ലാല ഹാൻസ്രാജാണ്. ഈ സ്വരാജ് പതാകയിലെ ചർക്ക ഇന്ത്യയുടെ ദേശീയ പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. 1902 ഹരിദ്വാറിൽ കാംഗ്രി ഗുരുകുലം സ്ഥാപിച്ച് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായിരുന്ന സ്വാമി ശ്രദ്ധാനന്ദയാണ്. ഹരിദ്വാറിൽ കാംഗ്രി ഗുരുകുലം, ഇപ്പോൾ കാംഗ്രി സർവകലാശാലയൊക്കെയായി മാറിയിട്ടുണ്ട്. അപ്പൊ ഹരിദ്വാറിൽ കാംഗ്രി ഗുരുകുലം സ്ഥാപിച്ച് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ സ്വാമി ശ്രദ്ധാനന്ദയാണ്. ദയാനന്ദ സരസ്വതിയുടെ കൃതികൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. സത്യാർത്ഥ പ്രകാശം നമ്മൾ പറഞ്ഞു, ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണ് എന്ന് ദയാനന്ദ സരസ്വതി അവകാശപ്പെട്ട കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. ഈ കൃതി അദ്ദേഹം ഹിന്ദി ഭാഷയിലാണ് രചിച്ച. ഈ കൃതിയിലൂടെ അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യക്കാർക്കെന്ന് പറഞ്ഞു, ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാണെന്ന് പറഞ്ഞു, വേദങ്ങളിലേക്ക് മടങ്ങാമെന്ന് പറഞ്ഞു, സ്വരാജ്യം, സ്വധർമ്മം, സ്വഭാഷ്യം, സ്വദേശി എന്നിങ്ങനെ ആശയങ്ങൾ എല്ലാം അദ്ദേഹം ഇന്ത്യൻ ജനതയുമായി പങ്കുവച്ചത് സത്യാർത്ഥ പ്രകാശം എന്ന കൃതിയിലൂടെയാണ്. വേദഭാഷ്യ ഭൂമിക എന്ന കൃതി രചിച്ചതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വേദഭാഷ്യ ഭൂമിക എന്ന കൃതി രചിച്ചത്, ഋഗ്വേദ ഭാഷ്യ ഭൂമിക എന്നീ കൃതികൾ രചിച്ചതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ദക്ഷിണേന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാമലിംഗ അടികൾ. ദക്ഷിണേന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാമലിംഗ അടികൾ. ഹിന്ദുമതത്തെ നവീകരിച്ചുകൊണ്ട് ലോകത്തെ മഹത്വവൽക്കരിക്കുക ഏത് സംഘടനയുടെ ആപ്തവാക്യം എന്ന് ചോദിച്ചാൽ ആര്യ സമാജത്തിന്റെ ആപ്തവാക്യമാണ്. ആര്യ സമാജവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട്. 1926 കേരളത്തിൽ പാലക്കാട് വെച്ച്, അല്ലെങ്കിൽ പാലക്കാട് വേദിയായി നടന്ന ഒരു സമരമായിരുന്നു അത്. പാലക്കാട് വെച്ച് നടന്ന കൽപ്പാത്തി സമരം. 1926 കൽപ്പാത്തി സമരം നടക്കുന്നത്. പാലക്കാട് കൽപ്പാത്തി ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം. പണ്ടുകാലത്ത് ഈ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ചുറ്റുവഴികൾ സാധാരണക്കാരന്, പ്രത്യേകിച്ച് ഹിന്ദു മതത്തിലെ താഴ്ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു കൽപ്പാത്തി രഥോത്സവം ആസ്വദിക്കാൻ മറ്റു മതവിഭാഗക്കാർക്ക് യാതൊരുവിധ അയിത്വവും ഇല്ലായിരുന്നു. അങ്ങനെ ഹിന്ദു മതത്തിലെ അവർണർ വിചാരിച്ചു തങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹിന്ദു മതത്തിൽ നിന്ന് മാറി മറ്റു മതങ്ങളിലേക്ക് മാറിയാൽ ഈ കൽപ്പാത്തി രഥോത്സവം ആസ്വദിക്കാമല്ലോ. അങ്ങനെ ജനങ്ങൾ, ഹിന്ദു മതത്തിലെ അവർണർ ഹിന്ദു മതത്തിൽ നിന്ന് മാറി മറ്റു മതങ്ങളിലേക്ക് പോയി. എന്ത് കാണുന്നതിലേക്ക് മാത്രം? കൽപ്പാത്തി രഥോത്സവം കാണുന്നതിലേക്ക് മാത്രം. അങ്ങനെ ഈ ഒരു സംഭവം ഈ പറയുന്ന ആര്യ സമാജം, നമുക്കറിയാം ആര്യ സമാജം പോലുള്ള സംഘടന ശുദ്ധിപ്രസ്ഥാനത്തിലൂടെയൊക്കെ ഹിന്ദു മതത്തിൽ നിന്ന് മറ്റു മതങ്ങളിലേക്ക് മാറുന്നതിനെ ശക്തമായി എതിർത്തിരുന്നു. അങ്ങനെ ആര്യ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഒരു സമര വിഭാഗം പാലക്കാട് കൽപ്പാത്തിയിലെത്തുകയും 1926 കൽപ്പാത്തി സമരത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. പാലക്കാട് കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രത്തിൽ നടന്ന കൽപ്പാത്തി സമരം ഇതിന് നേതൃത്വം കൊടുത്ത സംഘടന ആര്യ സമാജം. ആര്യ സമാജത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്ന തമിഴ് ബ്രാഹ്മണനായിരുന്ന ആനന്ദ ഷേണായിയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത ആര്യ സമാജത്തിലെ മറ്റൊരു പ്രവർത്തകനായിരുന്നു വെങ്കടാചലം. വേദബന്ധു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വെങ്കടാചലം. താണ്ഡവ ലക്ഷണം എന്ന കൃതി വെങ്കടാചലത്തിൻ്റെതാണ്. വെങ്കടാചലത്തിന് വേണ്ട സഹായം നൽകിയ മലയാളി നോവലിസ്റ്റാണ് പി കേശവ ദേവ്. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിൻ്റെ പിതാവ്, ബംഗാളി നവോത്ഥാനത്തിൻ്റെ നെടും തൂണ് എന്നിങ്ങനെ അറിയപ്പെടുന്ന ഇന്ത്യൻ നവോത്ഥാന നായകനാണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം,
ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിന്റെ പിതാവാണ് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവ് ആനന്ദമഠം രചിച്ച 1882 ആനന്ദമഠം രചിച്ച ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവ് എങ്കിൽ ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിന്റെ പിതാവാണ് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. ബംഗാളി നവോത്ഥാനത്തിന്റെ നെടുന്തൂണ് എന്നിങ്ങനെ അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹം ജനിക്കുന്നത് 1820 പശ്ചിമ ബംഗാളിലാണ്. ഇദ്ദേഹത്തിന്റെ മാതാവ് ഭഗവതി ദേവിയും അച്ഛൻ താക്കൂർദാസ് ബന്ദോപാധ്യ. വിശേഷണം ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിന്റെ പിതാവെന്നും ബംഗാളി നവോത്ഥാനത്തിന്റെ നെടുന്തൂണും എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. യഥാർത്ഥ നാമം ഈശ്വർചന്ദ്ര ബന്ദോപാധ്യ. ഇദ്ദേഹത്തിന് വിദ്യാസാഗർ എന്നത് കൽക്കത്ത സംസ്കൃത കോളേജ് നൽകിയ ഒരു പദവിയാണ്. കൽക്കത്ത സംസ്കൃത കോളേജ് നൽകിയ പദവിയാണ് വിദ്യാസാഗർ. ആ പദവി ലഭിച്ചതിനു ശേഷമാണ് ഇദ്ദേഹം ഈശ്വർചന്ദ്ര വിദ്യാസാഗർ എന്ന പേരിലോട്ട് അല്ലെങ്കിൽ പേര് സ്വീകരിക്കുന്ന. യഥാർത്ഥ നാമം ഈശ്വർചന്ദ്ര ബന്ദോപാധ്യ. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നിവയെ എതിർത്തു. വളരെ ഇദ്ദേഹം ശ്രദ്ധ നേടാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹിന്ദു വിധവ പുനർവിവാഹം ആണ്. ഇദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഹിന്ദു വിധവ പുനർവിവാഹത്തെ അംഗീകരിക്കുന്നത്. അപ്പോൾ ഹിന്ദു വിധവ പുനർവിവാഹം അംഗീകരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഇന്ത്യൻ നവോത്ഥാന നായകൻ. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന്റെ കരട് എഴുതി തയ്യാറാക്കിയത്, ഡ്രാഫ്റ്റ് കരട്, ആ പൂർണ്ണ രൂപം എഴുതി തയ്യാറാക്കിയ ഡൽഹൌസിയാണ്. ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന്റെ കരട് എഴുതി തയ്യാറാക്കിയ ആരാണ്? ഡൽഹൌസിയാണ്. പക്ഷേ ഈ നിയമം പ്രാബല്യത്തിൽ വരണമെങ്കിൽ നമുക്കറിയാം കരട് എഴുതി തയ്യാറാക്കി അതിനുശേഷം കരടിൽ ഭരണാധികാരി ഒപ്പിട്ടാൽ മാത്രമേ ആ നിയമം പ്രാബല്യത്തിൽ വരികയുള്ളൂ. പക്ഷേ ഈ കരട് എഴുതി തയ്യാറാക്കിയ ഡൽഹൌസി ഈ നിയമത്തിൽ ഒപ്പുവെച്ചില്ല. ഈ നിയമത്തിൽ ഒപ്പുവെച്ച് ഈ നിയമം പ്രാബല്യത്തിൽ വരുത്തിയത് 1856 അവസാനത്തോടു കൂടി ഇന്ത്യയിലെത്തിയ ഗവർണർ ജനറലായ കാനിങ് ആണ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന്റെ കരടിൽ ഒപ്പുവെച്ചത്. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം നിലവിൽ വരാൻ കാരണക്കാരനായ ഗവർണർ ജനറൽ ചോദിച്ചാൽ കാനിങ് ആണ്. കാരണം ആ കരടിൽ ഒപ്പുവെച്ച് ആ നിയമം നിലവിൽ കൊണ്ടുവന്നത് കാനിങ് ആണ്. ഈ നിയമം പ്രാവർത്തികമാക്കാൻ മുഖ്യ പങ്ക് വഹിച്ച ഇന്ത്യൻ നവോത്ഥാന നായകനാണ് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് ഇദ്ദേഹത്തിന്റെ മറ്റു പേരുകൾ ദയാസാഗർ, കരുണാസാഗർ എന്നിങ്ങനെ അറിയപ്പെട്ടു. അപ്പൊ ഇന്ത്യൻ ചരിത്രത്തിൽ ദയാസാഗർ, കരുണാസാഗർ എന്നിങ്ങനെ അറിയപ്പെട്ട വ്യക്തിത്വമാണ് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം നിലവിൽ വരാൻ മുഖ്യ പങ്ക് വഹിച്ച ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ ആണല്ലോ. വിദ്യാസാഗർ എന്ന പദവി ഇദ്ദേഹത്തിന് അനുവദിച്ച് നൽകിയത് കൽക്കത്ത സംസ്കൃത കോളേജാണ്. ബംഗാളി നവോത്ഥാനത്തിന്റെ നെടുന്തൂണ്, ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിന്റെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇദ്ദേഹത്തെ ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ച് ടാഗോറാണ്. ഓക്കെ ആണല്ലോ. ബംഗാളി അച്ചടി വിദ്യ നവീകരിച്ചു. ഇദ്ദേഹം ബംഗാളി അച്ചടി വിദ്യ നവീകരിക്കുകയും ബംഗാളി അക്ഷരമാല പുനഃക്രമീകരിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. കൊണ്ടാണ് അദ്ദേഹത്തെ ടാഗോർ വിശേഷിപ്പിച്ച് ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിന്റെ പിതാവ് എന്ന്. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ഈ നിയമം പ്രകാരം 1856 ഡിസംബർ 7 ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ ആദ്യ ഹിന്ദു വിധവ പുനർവിവാഹം നടക്കുകയും ചെയ്തു. അപ്പൊ ഇന്ത്യയിൽ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം നിലവിൽ വരാൻ കാരണക്കാരനായ നവോത്ഥാന നായകൻ ഈശ്വർചന്ദ്ര വിദ്യാസാഗർ, നിലവിൽ വരാൻ കാരണക്കാരനായ ഗവർണർ ജനറൽ കാനിങ് ആണ്. ഓക്കെ ആണല്ലോ. ഇദ്ദേഹത്തിന്റെ പത്രമാണ് ഷോം പ്രകാശ്. ഇത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈശ്വർചന്ദ്ര വിദ്യാസാഗറിന്റെ പത്രമാണ് ഷോം പ്രകാശ്. ഇദ്ദേഹത്തിന്റെ കൃതികളാണ് ബോർണോ പോർച്ചോയ്. ബംഗാളി അക്ഷരമാല ഇദ്ദേഹം പുനഃക്രമീകരിച്ച കൃതിയാണ് ബോർണോ പോർച്ചോയ്. വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. മറ്റു കൃതികളാണ് ബാല്യവിവാഹ്, ഭയാകരൻ കൗമുദി, കോതമാല എന്നീ കൃതികൾ രചിച്ചത് ഈശ്വർചന്ദ്ര വിദ്യാസാഗറാണ്. ഇന്ത്യയിൽ സ്ത്രീകൾക്കായുള്ള ആദ്യ കോളേജാണ് ബത്തൂൺ കോളേജ്. 1879 ബത്തൂൺ കോളേജ് സ്ഥാപിച്ച ഇന്ത്യൻ നവോത്ഥാന നായകനാണ് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 1849
ജോൺ ഏലിയട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വേണ്ടി ആദ്യമായ ഒരു കോളേജ് രൂപീകരിക്കുന്നത്. ആ കോളേജിൻ്റെ പേര് കൽക്കത്ത ഫീമെയിൽ കോളേജ് എന്നായിരുന്നു. പക്ഷെ അത് വിജയകരം അല്ലായിരുന്നു. കാരണം ആ കോളേജിൽ പഠിക്കാൻ സ്ത്രീകൾ എത്തിയില്ല. കാരണം ആ സമയത്തെ സാമൂഹിക ചിന്താഗതി അങ്ങനെയാണ്. അതുകൊണ്ട് പഠിക്കാൻ സ്ത്രീകൾ എത്തിയില്ല. അങ്ങനെ ആ കോളേജ് വിജയകരമായില്ല. ആ കോളേജിനെ വിലയ്ക്ക് വാങ്ങി 1879 ബത്തൂൺ കോളേജ് ആക്കിയ വ്യക്തിയാണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വനിതാ കോളേജാണ് ഏത്? ബത്തൂൺ കോളേജ്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല ഏതാണെന്ന്. അത് 1916 ഡി കെ കാർവേ മഹാരാഷ്ട്രയിലെ പൂനെയിൽ സ്ഥാപിച്ച ശ്രീമതി നദീഭായ് താക്കറെ വനിതാ സർവകലാശാലയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല ചോദിച്ചാൽ 1916 ഡി കെ കാർവേ സ്ഥാപിച്ച ശ്രീമതി നദീഭായ് താക്കറെ വനിതാ സർവകലാശാല. ഓക്കെയാണ്. ഇദ്ദേഹത്തിന്റെ മരണം 1891 ബംഗാളി നവോത്ഥാനത്തിന്റെ നെടുംതൂണ് എന്നറിയപ്പെടുന്ന ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ മരണപ്പെടുന്ന 1891. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാരി ശിക്ഷാ ഭണ്ഡാർ, അതായത് ഒരു എന്താണ് നമുക്ക് എന്തെന്ന് പറയാം, ഒരു പിരിവ് പോലെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാരി ശിക്ഷാ ഭണ്ഡാർ, ആ ഒരു ഫണ്ടിനെ പറയുന്ന പേരാണ് നാരി ശിക്ഷാ ഭണ്ഡാർ രൂപീകരിച്ചു. ബംഗാളി അക്ഷരമാല പുനഃക്രമീകരിച്ച ഇന്ത്യൻ നവോത്ഥാന നായകൻ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഇദ്ദേഹം ഒരു സ്കൂൾ സ്ഥാപിക്കുന്നുണ്ട്. ആ സ്കൂളിന്റെ പേരാണ്, സ്ത്രീകൾക്ക് വേണ്ടി തന്നെയാണ്, ബരീക്ഷ എന്ന് പറയുന്ന സ്കൂള്. ബരീക്ഷ ഹൈസ്കൂൾ സ്ഥാപിച്ചത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറാണ്. ബഹുഭാര്യത്വം നിയമം മൂലം നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭീമമായ ഒരു ഹർജി കാനിങ്ങിന് മുമ്പാകെ സമർപ്പിച്ചതും ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറാണ്. കായലല്ല കയമല്ല ശരിക്കും സമുദ്രം എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസനാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ആരെയാണ് കായലല്ല കയമല്ല ശരിക്കും സമുദ്രം എന്ന് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ആരെയാണ്? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിനെയാണ്. ഹിന്ദു വിധവ പുനർവാഹ നിയമം നടപ്പിലാക്കാൻ പ്രചാരണം നടത്തിയ വ്യക്തി എന്നെടുത്ത് ചോദിച്ചാൽ രാധാകാന്ത് ദേബാണ്. ഹിന്ദു വിധവ പുനർവാഹ നിയമത്തിന് വേണ്ടി പ്രചാരണം നടത്തിയ വ്യക്തി ചോദിച്ചാൽ രാധാകാന്ത് ദേബാണ്. മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്ന ജ്യോതിറാവ് ഫുലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഇദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇദ്ദേഹം ജനിക്കുന്നത് മഹാരാഷ്ട്രയിലെ സത്താറ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇദ്ദേഹം മാലി വിഭാഗത്തിലാണ് ജനിക്കുന്നത്. അതായത് പരമ്പരാഗതമായി പൂക്കളും പച്ചക്കറിയൊക്കെ വിൽപ്പന നടത്തുന്ന മാലി വിഭാഗത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ആ സമയത്ത് മഹാരാഷ്ട്രയുടെ ഘടന എന്ന് പറയുന്നത് ബ്രാഹ്മണ മേധാവിത്വം കൂടുതലാണ്. അപ്പൊ ഇദ്ദേഹം പരമ്പരാഗതമായി ചെയ്യുന്ന ജോലികളൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് ഇദ്ദേഹത്തോട് ബ്രാഹ്മണ വിഭാഗം അവകാശപ്പെടുകയും അങ്ങനെ ഇദ്ദേഹം അങ്ങനെയല്ല വേണ്ടതെന്ന് തിരിച്ച് എതിർക്കുകയും ഇന്ത്യയിൽ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ പ്രവർത്തനം ആരംഭിച്ച ഒരു നവോത്ഥാന നായകൻ, ഫാദർ ഓഫ് നോൺ ബ്രാഹ്മൺ മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്, ഇന്ത്യയിലെ ബ്രാഹ്മണ വിരുദ്ധതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് ജ്യോതിറാവ് ഫുലെ. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ജ്യോതിറാവ് ഗോവിന്ദറാവ് ഫുലെ എന്നാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് സാവിത്രിറാവ് ഫുലെ. ഇവരെ ഇന്ത്യയുടെ ആദ്യ വനിതാ അധ്യാപിക എന്നറിയപ്പെടുന്നതും സാവിത്രിറാവ് ഫുലെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് നോക്കാം. ഇവരെ ഇന്ത്യയിലെ ആദ്യ വനിതാ അധ്യാപികയെന്നും ഇന്ത്യൻ ഫെമിനിസ്റ്റുകളുടെ സമുന്നത നേതാവെന്നും അറിയപ്പെടുന്ന വനിതയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ സാവിത്രിറാവ് ഫുലെ. ബാൽഹത്യ പ്രതിബന്ധ ഗൃഹ, സ്ത്രീകൾക്കായുള്ള ഒരു കെയർ ഹോം സ്ഥാപിച്ച്, അതായത് അന്ന് വിദ്യാഭ്യാസം ആഗ്രഹിച്ചു വരുന്ന സ്ത്രീകളെ വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കെയർ ഹോം പോലെ ബാൽഹത്യ പ്രതിബന്ധ ഗൃഹ എന്ന കെയർ ഹോം സ്ഥാപിച്ചതും സാവിത്രിറാവ് ഫുലെയാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജ്യോതിറാവ് ഫുലെയുടെ ഭാര്യയാണ് സാവിത്രിറാവ് ഫുലെ എന്നുള്ള കാര്യം. പക്ഷേ സാവിത്രി എന്ന കൃതി രചിച്ചത് അരബിന്ദോ ഘോഷാണ്. അരബിന്ദോ ഘോഷിന്റെ കൃതിയാണ് സാവിത്രി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വനിതാ അധ്യാപികയെന്നും ഇന്ത്യയിലെ ആദ്യ വനിതാ അധ്യാപികയെന്നും ഇന്ത്യൻ ഫെമിനിസ്റ്റുകളുടെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്ന വനിതയാണ് സാവിത്രിറാവ് ഫുലെ. സാവിത്രിറാവ് ഫുലെയുടെ പേരുള്ള സാവിത്രിറാവ് ഫുലെ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ജ്യോതിറാവ് ഫുലെയുടെ ഭാര്യ സാവിത്രിറാവ് ഫുലെയുടെ പേരുള്ള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഓക്കെ ആണല്ലോ. ജ്യോതിറാവ് ഫുലെയുടെ വിശേഷങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ ബുക്കർ ടി വാഷിംഗ്ടൺ, മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂതർ, ഇന്ത്യയിലെ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചരിത്രകാരനായ ധനഞ്ജയ് കീർ വിശേഷിപ്പിച്ചു.
ഇന്ത്യയിലെ ജാതി വിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ യഥാർത്ഥ സ്ഥാപകൻ. ബുക്കർ ടി വാഷിംഗ്ടൺ, ഇന്ത്യയുടെ ബുക്കർ ടി വാഷിംഗ്ടൺ, മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂതർ, ഇന്ത്യയിലെ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവെന്ന് ധനഞ്ജയ് കീർ വിശേഷിപ്പിച്ചു. ഇന്ത്യയിലെ ജാതി വിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ജ്യോതിറാവ് ഫുലെയാണ്. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു ഡോക്ടർ BR അംബേദ്കറുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയായിരുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു കൂടിയാണ് ജ്യോതിറാവ് ഫുലെ. ആദ്യമായി ദളിത് എന്ന് പറയുന്ന ഒരു മറാത്ത പദമാണ്. ദളിത് എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം അടിച്ചമർത്തപ്പെട്ടവൻ എന്നാണ്. ദളിത് എന്ന മറാത്ത പദത്തിന്റെ ശില്പി കൂടിയാണ് ജ്യോതിറാവ് ഫുലെ. ഡോക്ടർ BR അംബേദ്കറിന്റെ രാഷ്ട്രീയ ഗുരു, ദളിത് എന്ന് പറയുന്ന മറാത്ത പദത്തിന്റെ ശില്പി കൂടിയാണ് ജ്യോതിറാവ് ഫുലെ. ദളിത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അടിച്ചമർത്തപ്പെട്ടവൻ എന്നാണ്. ജ്യോതിറാവ് ഫുലെയെ സ്വാധീനിച്ച ഒരു കൃതിയാണ് റൈറ്റ്സ് ഓഫ് മാൻ. റൈറ്റ്സ് ഓഫ് മാൻ എന്ന കൃതി രചിച്ച് തോമസ് പെയിൻ ആണ്. ആരാണ് തോമസ് പെയിൻ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളന വേദിയിൽ കോമൺ സെൻസ് എന്ന ലഘുലേഖനം രചിച്ച വ്യക്തിയാണ് തോമസ് പെയിൻ. ആ തോമസ് പെയിന്റെ റൈറ്റ്സ് ഓഫ് മാൻ എന്ന കൃതിയാണ് ആരെ സ്വാധീനിച്ച്? ജ്യോതിറാവ് ഫുലെയെ സ്വാധീനിച്ച് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനോട് കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളന വേദിയിൽ വെച്ച് തോമസ് പെയിൻ പറഞ്ഞ അല്ലെങ്കിൽ ആവശ്യപ്പെട്ട ഒരു ലഘുലേഖനമായിരുന്നു കോമൺ സെൻസ്. ജ്യോതിറാവ് ഫുലെയുടെ കൃതികളാണ്. ഒന്ന് സത്യധർമ്മ പുസ്തകം, അടുത്ത് ഗുലാംഗിരിയുടെ മലയാള മീനിങ് PSC ചോദ്യമായിരുന്നു. അടിമത്തം എന്നാണ്. തൃതീയ രത്ന ഇഷാര ജ്യോതിറാവ് ഫുലെയുടെ കൃതികളാണ്. സത്യധർമ്മ പുസ്തകം, ഗുലാംഗിരി, തൃതീയ രത്ന ഇഷാര എന്നിവ ജ്യോതിറാവ് ഫുലെയുടെ കൃതികളാണ്. 1848 ഈ പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 1848 ജ്യോതിറാവ് ഫുലെയും സാവിത്രിറാവ് ഫുലെയും ഇന്ത്യയിൽ ആദ്യമായി പെൺകുട്ടികൾക്കുള്ള പെൺപള്ളിക്കൂടങ്ങൾ പൂനെയിൽ സ്ഥാപിച്ച്. അങ്ങനെ 1848 എന്ന് പറയുന്ന വർഷത്തിൽ മഹാരാഷ്ട്രയിലെ പൂനെയിൽ ബ്രാഹ്മണ മേധാവിത്വമൊക്കെ നിലനിൽക്കെ സ്ത്രീകൾക്കായി ജ്യോതിറാവ് ഫുലെ പെൺപള്ളിക്കൂടം സ്ഥാപിക്കുകയാണ്. ഇദ്ദേഹം ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് നിന്ന് സ്ത്രീകളെ പഠിപ്പിക്കുന്നതിലേക്കായി പണ്ഡിതന്മാരെ കൊണ്ടുവരുന്നു. പക്ഷേ ബ്രാഹ്മണന്മാർ ഈ പണ്ഡിതന്മാരെയെല്ലാം അടികൊടുത്ത് ഓട്ടിച്ചു വിടുകയാണ്. അങ്ങനെ ജ്യോതിറാവ് ഫുലെയുടെ വിദ്യാലയത്തിൽ പെൺപള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ ആളില്ലാത്ത സ്ഥിതിവിശേഷം വരികയാണ്. അങ്ങനെ ജ്യോതിറാവ് ഫുലെ തൻ്റെ ഭാര്യ സാവിത്രിറാവ് ഫുലെക്ക് ട്രെയിനിങ് കൊടുക്കുകയും ആ സ്കൂളിലെ വനിതാ അധ്യാപികയാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യ പെൺപള്ളിക്കൂടത്തിലെ വനിതാ അധ്യാപികയായി സാവിത്രിറാവ് ഫുലെ മാറുകയും ഇന്ത്യയിലെ ആദ്യ വനിതാ അധ്യാപികയെന്നും ഇന്ത്യൻ ഫെമിനിസ്റ്റുകളുടെ സമുന്നത നേതാവെന്നും സാവിത്രിറാവ് ഫുലെ അറിയപ്പെടാൻ തുടങ്ങി. ഓക്കെയാണല്ലോ. 1873 സത്യശോധക് സമാജ്, വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഇദ്ദേഹത്തിന്റെ സത്യശോധക് സമാജം. ട്രൂത്ത് ടെല്ലേഴ്സ് സൊസൈറ്റി എന്നും ഇതിനെ അറിയപ്പെടുന്നു. ഈ സത്യശോധക് സമാജം ഇദ്ദേഹം സ്ഥാപിക്കുന്നത് 1873 പൂനെയിലാണ്. ഈ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ബ്രാഹ്മണ മേധാവിത്വം എന്ത് ചെയ്യുക? നീക്കം ചെയ്യുക. ദളിതരുടെ വിദ്യാഭ്യാസം. നമ്മൾ പറഞ്ഞു ദളിത് എന്ന പദം ആദ്യമായി പറഞ്ഞത് ജ്യോതിറാവ് ഫുലെയാണ്. ദളിത് എന്ന് പറയുന്ന മറാത്ത പദമാണ്. അപ്പം ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി ബ്രാഹ്മണ മേധാവിത്വം നീക്കം ചെയ്യുന്നതിലേക്ക് വേണ്ടി ജ്യോതിറാവ് ഫുലെ ആരംഭിച്ച ഒരു സംഘടനയായിരുന്നു സത്യശോധക് സമാജ്. ഇത് വളരെ എടുത്തു പറയത്തക്ക മറ്റൊരു പ്രത്യേകത, മഹാരാഷ്ട്രയിലെ പരമ്പരാഗത നൃത്ത നാടക രൂപമാണ് തമാശ. ഈ തമാശ എന്ന് പറയുന്ന നൃത്ത നാടക രൂപത്തിലൂടെ ജ്യോതിറാവ് ഫുലെ തൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു. സത്യശോധക് സമാജത്തിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു. ഓക്കെയാണല്ലോ. സത്യശോധക് സമാജത്തെ പാശ്ചാത്യ സമൂഹത്തിലെ സാമൂഹിക വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച് ഗെയിൽ ഓംവെറ്റാണ്. സത്യശോധക് സമാജത്തെ പാശ്ചാത്യ സമൂഹത്തിലെ സാമൂഹിക വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച് ഗെയിൽ ഓംവെറ്റാണ്. ഇദ്ദേഹത്തിന്റെ പത്രമാണ് ദീനബന്ധു. ജ്യോതിറാവ് ഫുലെയുടെ പത്രമാണ് ദീനബന്ധു. ഈ ദീനബന്ധു പുറത്തിറങ്ങുന്ന 1877 ഇദ്ദേഹത്തിന്റെ സത്യശോധക് സമാജം എന്ന് പറയുന്ന സംഘടന 1930 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ലയിക്കുകയാണ് ഉണ്ടായത്. ഓക്കെയാണല്ലോ. മഹാരാഷ്ട്രയിലെ ആദ്യ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നതും സത്യശോധക് സമാജമാണ്. മഹാരാഷ്ട്രയിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന സംഘടനയും സത്യശോധക് സമാജമാണ്. 1888 ഇന്ത്യയിൽ ആദ്യമായി മഹാത്മാ എന്ന ബഹുമതി ലഭിച്ചതും ജ്യോതിറാവ് ഫുലെയാണ്. മഹാത്മാ ജ്യോതിറാവ് ഫുലെ എന്നാണ് പിന്നീട് ഇദ്ദേഹം അറിയപ്പെട്ടത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി മഹാത്മാ എന്ന ബഹുമതി ലഭിച്ചത് ജ്യോതിറാവ് ഫുലെയാണ്. ഇദ്ദേഹത്തിന് മഹാത്മാ എന്ന ബഹുമതി കൊടുത്തത് കൃഷ്ണജി വണ്ടേക്കറാണ്. ആരാണ്? കൃഷ്ണജി വണ്ടേക്കർ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി
മഹാത്മാ എന്ന ബഹുമതി ലഭിച്ചത് ജ്യോതിറാവ് ഫുലെക്കാണ്. ഓക്കെ ആണല്ലോ. ഇന്ത്യയിൽ ആദ്യമായി ശിവജയന്തി, ശിവജിയുടെ ജന്മദിനം സംഘടിപ്പിച്ച വ്യക്തി, ഇന്ത്യയിൽ ആദ്യമായി ശിവജയന്തി സംഘടിപ്പിച്ച വ്യക്തിയാണ് ജ്യോതിറാവ് ഫുലെ. ഇദ്ദേഹം മരണപ്പെടുന്ന 1890 ജ്യോതിറാവ് ഫുലെ മരണപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ധരണിയാണ് സ്ത്രീയുടെയും പുരുഷന്റെയും പ്രാഥമികമായ ആവശ്യം വിദ്യാഭ്യാസമാണ് എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ നവോത്ഥാന നായകനാണ് ജ്യോതിറാവ് ഫുലെ. പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ക്രൂരകൃത്യങ്ങളും ഒറ്റക്കെട്ടായി നേരിടാൻ കഴിയും എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ നവോത്ഥാന നായകനാണ് കേശബ് ചന്ദ്ര സെൻ. ഓക്കെ ആണല്ലോ. അപ്പൊ അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 1833 രാജാറാം മോഹൻ റോയുടെ മരണശേഷം 1833 സെപ്റ്റംബർ 27 മെനിഞ്ചൈറ്റീസ് എന്ന രോഗം ബാധിച്ച് രാജാറാം മോഹൻ റോയ് ലണ്ടനിലെ ബ്രിസ്റ്റോളിൽ വെച്ച് മരണപ്പെടുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം 1866 ബ്രഹ്മസമാജം രണ്ടായി പിരിയുന്നുവെന്നും ബ്രഹ്മസമാജത്തിന്റെ ഒരു വിഭാഗമായ ഭാരതീയ ബ്രഹ്മസമാജം അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രഹ്മസമാജം അല്ലെങ്കിൽ ഭാരതീയ വർഷീയ ബ്രഹ്മസമാജം രൂപീകരിച്ച വ്യക്തിയാണ് കേശബ് ചന്ദ്ര സെൻ. അതായത് ബ്രഹ്മസമാജം രാജാറാം മോഹന്റെ മരണശേഷം ദേവേന്ദ്രനാഥ് ടാഗോർ ബ്രഹ്മസമാജത്തിൽ ഹിന്ദുമതത്തിന്റെ അന്ധവിശ്വാസങ്ങൾ വീണ്ടും കൊണ്ടുവരുന്നു. ഇതിൽ അതിർത്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് കേശബ് ചന്ദ്ര സെൻ എതിർക്കുന്നതും അവസാനം ബ്രഹ്മസമാജം 1866 രണ്ടായി പിരിയുന്നു. അതിൽ ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ് ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജം എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രഹ്മസമാജം എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഭാരതീയ വർഷീയ ബ്രഹ്മസമാജം രൂപീകരിച്ച വ്യക്തിത്വമാണ് കേശബ് ചന്ദ്ര സെൻ. ഓക്കെ ആണല്ലോ. ഇദ്ദേഹത്തിന്റെ ഒരു സംഘടനയാണ്, മതസംഘടനയാണ് ഗുഡ്വിൽ ഫ്രട്ടേണിറ്റി എന്ന മതസംഘടന രൂപീകരിച്ച വ്യക്തിയാണ് കേശബ് ചന്ദ്ര സെൻ. ഹിന്ദുമതത്തിന്റെയും ക്രിസ്ത്യൻ മതത്തിന്റെയും ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നവവിധാൻ രൂപീകരിച്ചു. ഹിന്ദുമതത്തിലെയും ക്രിസ്ത്യൻ മതത്തിലെയും ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം രൂപീകരിച്ച സംഘടനയായിരുന്നു നവവിധാൻ. അപ്പോൾ രണ്ട് സംഘടനകൾ പഠിച്ചു. ഒന്ന് ഗുഡ്വിൽ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന മതസംഘടനയെ രൂപീകരിച്ചു. ഹിന്ദു മതത്തിന്റെയും ക്രിസ്ത്യൻ മതത്തിന്റെയും ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നവവിധാൻ രൂപീകരിച്ച വ്യക്തിയും കേശവ ചന്ദ്ര സെന്നാണ്. ഓക്കെ ആണല്ലോ. 1870 ഇദ്ദേഹം രൂപീകരിച്ച ഒരു സംഘടനയാണ് ഇന്ത്യൻ റിഫോം അസോസിയേഷൻ. ഇന്ത്യൻ അസോസിയേഷൻ ആണെങ്കിൽ സുരേന്ദ്രനാഥ് ബാനർജിയാണ് 1876 രൂപീകരിച്ച്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആണെങ്കിൽ ദാദാഭായ് നൗറോജിയാണ്, അത് 1866 ഇത് ഇന്ത്യൻ റിഫോം അസോസിയേഷൻ ഏത് വർഷം? 1870. ഇന്ത്യൻ റിഫോം അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റും ആര് തന്നെയാണ്? കേശവ ചന്ദ്ര സെന്നാണ്. ഓക്കെ ആണല്ലോ. 1877 സാധാരണ ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത്. അതിനുണ്ടായ സാഹചര്യം എന്തെന്ന് പറഞ്ഞാൽ, കേശവ ചന്ദ്ര സെന്നോടൊപ്പം പിൽക്കാലത്ത് ചേർന്ന് നിന്ന രണ്ട് വ്യക്തികളാണ് ആനന്ദ മോഹൻ ബോസും ശിവനാഥ് ശാസ്ത്രി. അവരാദ്യം ദേവേന്ദ്രനാഥ് ടാഗോറിനോടൊപ്പമായിരുന്നു. പിന്നീട് അവർ ദേവേന്ദ്രനാഥ് ടാഗോറിന്റെ ആശയങ്ങളെ എതിർത്തുകൊണ്ട് കേശവചന്ദ്ര സെന്നിന്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ കേശവചന്ദ്ര സെന്നോടൊപ്പം ഒന്നിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ആദി ബ്രഹ്മസമാജം അല്ലെങ്കിൽ ഭാരതീയ ബ്രഹ്മസമാജം ആയി ബന്ധപ്പെട്ടവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് കേശവചന്ദ്ര സെൻ പറഞ്ഞ ആശയങ്ങളിൽ നിന്ന് വിപരീതമായി ഒരു കാര്യം അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. അതായത് കേശവചന്ദ്ര സെൻ സ്വന്തം മകളെ ബാല്യവിവാഹം അല്ലെങ്കിൽ ശൈശവവിവാഹം കഴിപ്പിക്കുന്നു. ഇത് ആരെ ചൊടിപ്പിക്കുന്നു? ഈ പറയുന്ന ആനന്ദമോഹൻ ബോസിനെയും ശിവനാഥ് ശാസ്ത്രിയും. അങ്ങനെ അവർ രണ്ടുപേരും രൂപീകരിച്ച സംഘടനയാണ് 1878 സാധാരണ ബ്രഹ്മസമാജം. അപ്പൊ സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ച ആരൊക്കെയാണ്? ആനന്ദമോഹൻ ബോസും ശിവനാഥ് ശാസ്ത്രിയുമാണ്. ഓക്കെ ആണല്ലോ. 1860 സംഘസഭ രൂപീകരിച്ചതും ഈ പറയുന്ന കേശവചന്ദ്ര സെന്നാണ്. 1864 വേദസമാജം മദ്രാസിൽ രൂപീകരിച്ചു. വേദസമാജം മദ്രാസിൽ രൂപീകരിച്ച് കേശവചന്ദ്ര സെന്നും ശ്രീധരലു നായിഡുവുമാണ്. ശ്രദ്ധിച്ചോളണം, വേദസമാജം മദ്രാസിൽ രൂപീകരിച്ച് കേശവചന്ദ്ര സെന്നും ശ്രീധരലു നായിഡുവുമാണെങ്കിൽ, വേദസമാജം മദ്രാസിൽ രൂപീകരിച്ച് കേശവചന്ദ്ര സെന്നും ശ്രീധരലു നായിഡുവുമാണെങ്കിൽ, ദേവസമാജം ലാഹോർ രൂപീകരിച്ച് ശിവനാരായൺ അഗ്നിഹോത്രിയാണ്. ദേവസമാജം ലാഹോർ രൂപീകരിച്ചാരാണ്? ശിവനാരായൺ അഗ്നിഹോത്രിയാണ്. ഓക്കെ ആണല്ലോ. ബംഗാളി ഭാഷയിൽ സുലഭ് സമാചാർ എന്ന പത്രം ഇദ്ദേഹം പുറത്തിറക്കി. വളരെ പ്രധാനപ്പെട്ടാണ് സുലഭ് സമാചാർ എന്ന പത്രം ഇദ്ദേഹം പുറത്തിറക്കി. പിന്നീട് ജീവിതത്തിന്റെ അവസാനത്തോട് ഇദ്ദേഹം ക്രിസ്ത്യൻ മതം സ്വീകരിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. വേദസമാജം രൂപീകരിച്ചത് കേശവചന്ദ്ര സെൻ ആണെങ്കിൽ ദേവസമാജം
1887 ലാഹോർ രൂപീകരിച്ച് ശിവനാരായൺ അഗ്നിഹോത്രിയാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ കാണാം. നന്ദി.